നമ്മളിൽ പലർക്കും കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ആ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം ഭഗവാന്റെ ദൃഷ്ടി നമ്മളിൽ പതിയണം എന്നാണ് പറയുന്നത്. എന്നാലാണ് കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടാകുള്ളൂ. അങ്ങനെ ഒരു കഥ പറയാട്ടോ. ഒരു മുത്തശ്ശി ഭഗവാനെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ കുഞ്ഞല്ലേ, എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ ഭഗവാന് നൽകാനായിട്ട്. അപ്പോൾ മുത്തശ്ശിയുടെ കയ്യിലാണെങ്കിലോ ഒന്നുമില്ല, നൽകാനായിട്ട് പണമൊന്നുമില്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ മുറ്റത്ത് ഒരു കുന്നിമരമുണ്ട്, കുന്നിക്കുരുവിൻ്റെ മരം. അതിൽ നിന്നുള്ള കുറച്ച് കുന്നിക്കുരു ശേഖരിച്ചിട്ട് അത് ഭഗവാന് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഗുരുവായൂരെത്തിയപ്പോൾ നല്ല തിക്കും തിരക്കൊക്കെയാണ്. അപ്പോൾ ഈ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഈ കുന്നിക്കുരുവിൻ്റെ പൊതി താഴെ വീണു. മുത്തശ്ശിക്ക് ആകെ സങ്കടമായിട്ടോ, കണ്ണൊക്കെ നിറഞ്ഞു. അവിടെ കുറേ പേരുണ്ട്, പക്ഷെ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവരെല്ലാം അവർ കൊണ്ടുവന്നത് ഭഗവാനെ സമർപ്പിക്കാനുള്ള തിരക്കിലാണ്. എന്നിട്ട് ഒരു ലിസ്റ്റൊക്കെ ആയിട്ട് അവർ വന്നിരിക്കുന്നത്. അവരുടെ നിറയെ ആഗ്രഹങ്ങൾ തിരികെ കൊണ്ടുപോകാനുള്ള ആ ഒരു ലിസ്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ശ്രീലകത്ത് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പതിയെ ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. എന്തൊരു ഭംഗിയെ കാണാമെന്നറിയോ. നല്ല കുഞ്ഞു മയിൽപ്പീലിയൊക്കെ ശിരസിൽ ചൂടിയിട്ട് ഒരു പൊന്നോടക്കുഴലൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആടിക്കുഴഞ്ഞ് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടൊക്കെയാണ് വരുന്നത്. ആ നടത്തം കാണാൻ തന്നെ എന്തൊരു ചന്താന്നറിയോ. അങ്ങനെ വന്നിട്ട് ഈ കുന്നിക്കുരുവിൻ്റെ അവിടെ വന്നിരുന്നു. എന്നിട്ട് ഓരോരോ കുന്നിക്കുരു മണികൾ ഇങ്ങനെ സാവധാനം പെറുക്കിയെടുക്കുക കേട്ടോ. അപ്പം ഈ മുത്തശ്ശിക്ക് പുറംതിരിഞ്ഞിട്ട് ഇരിക്കുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഒരു കള്ളനോട്ടും ഒരു കുസൃതി ചിരിയൊക്കെ ഉണ്ട്. ഇത് മുത്തശ്ശി കണ്ടു. മുത്തശ്ശിയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു തുടങ്ങി സന്തോഷം കൊണ്ടേ. കാരണം വേറെ ആരും അവിടെ കണ്ടില്ല. എത്രയോ പേരുണ്ടായിരുന്നു, ആർക്കും കാണാനായിട്ട് സാധിച്ചില്ല. മുത്തശ്ശിക്ക് മാത്രമേ ഭഗവാനെ കാണാനായിട്ട് സാധിച്ചുള്ളൂ. അതെന്തുകൊണ്ടാണ്? മുത്തശ്ശിയുടെ മനസ്സിലെ നിറഞ്ഞ ഭക്തിയായിരുന്നു. ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ആ മുത്തശ്ശി നിൽപ്പുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ കാണാനായിട്ട് സാധിച്ചത്. നമ്മളെല്ലാം ചെയ്യുന്നത് ഭഗവാൻ കാണുന്നുണ്ട്. പക്ഷെ നമുക്കും ആ ഒരു കൃഷ്ണാനുഭവം ഉണ്ടാകണമെങ്കിലേ ഭഗവാന്റെ ദൃഷ്ടി നമ്മളിലെ പതിയണം എന്നാണ് പറയുന്നത്. അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ഭഗവാനെ കാണാനായിട്ട് സാധിക്കില്ല. അതാണ് നാരായണീയത്തിൽ പറയുന്നത്, അസ്പഷ്ടം ദൃഷ്ടമാത്രേ. പെട്ടെന്ന് നോക്കിയാൽ ഭഗവാനെ ആർക്കും കാണില്ല. നന്നായി സൂക്ഷിച്ച് ഭക്തിയോടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭഗവാനെ കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ, കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഭഗവാന്റെ ദൃഷ്ടി നമ്മളിൽ പതിയണം എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് കേട്ടോ.